ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ തന്നെ ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നത് ദിനാന്തരീക്ഷ സ്ഥിതിയാണ്. ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്നത് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ എന്നാണ്. ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, സ്ഥാനവും ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളായിട്ട് അക്ഷാംശം, ഹിമാലയ പർവ്വതം, കരയുടെയും കടലിൻ്റെയും വിതരണം, കടലിൽ നിന്നുള്ള അകലം, ഉയരം, ഭൂപ്രകൃതിയൊക്കെ വരുന്നു. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യമായിട്ട് അക്ഷാംശം. ഉത്തരായന രേഖ ഇന്ത്യയെ രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നു. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗം ഉപോഷ്ണ മേഖലയായിട്ടും മിതോഷ്ണ മേഖലയായിട്ടും ഉൾപ്പെട്ടിരിക്കുന്നു. ഉത്തരായന രേഖയ്ക്ക് തെക്ക് ഭാഗം ഉഷ്ണമേഖലയിൽ ട്രോപ്പിക്കൽ സോണായിട്ട് ഉൾപ്പെടുന്നു. ഉഷ്ണമേഖലയിൽ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും കുറഞ്ഞ ദൈനിക താപാന്തരവും കുറഞ്ഞ വാർഷിക താപാന്തരവും അനുഭവപ്പെടാൻ കാരണം ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാലാണ്. ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ള പ്രദേശങ്ങളിൽ തീവ്രമായിട്ടുള്ള കാലാവസ്ഥ അനുഭവപ്പെടാൻ കാരണം ഭൂമധ്യരേഖയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതിനാലാണ്. 2, ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹിമാലയം ഒരു ഫലപ്രദമായിട്ടുള്ള കാലാവസ്ഥാ വിഭാജകം ക്ലൈമറ്റ് ഡിവൈഡ് കൂടിയായിട്ട് വർത്തിക്കുന്നു. വടക്കൻ ശീതക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ഹിമാലയ നിരകളാണ്. മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തുക വഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മഴ ലഭ്യമാകുന്നതിന് സഹായിക്കുന്നത് ഹിമാലയ നിരകളാണ്. അടുത്തതായിട്ട് കരയുടെയും കടലിൻ്റെയും വിതരണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെയും സമീപ പ്രദേശങ്ങളിലും വിവിധ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള മർദ്ദ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണം ഉപഭൂഖണ്ഡത്തിൻ്റെ 3 ഭാഗവും ഇന്ത്യൻ മഹാസമുദ്രത്തിനും വടക്കു ഭാഗവും ഹിമാലയത്താലും ചുറ്റപ്പെട്ടിരിക്കുന്നു. അടുത്തതായിട്ട് കടലിൽ നിന്നുള്ള അകലം. ഇന്ത്യയിലെ സമുദ്ര സമീപമുള്ള സ്ഥലങ്ങളിൽ മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. കടലിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്ന ഉൾപ്രദേശങ്ങളിൽ തീവ്രമായിട്ടുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അടുത്തതായിട്ട് ഉയരം. ഉയരമേറിയ പർവ്വത പ്രദേശങ്ങളിൽ സമതലങ്ങളെക്കാൾ തണുപ്പ് ഉള്ളവയായിരിക്കും. അടുത്തതായിട്ട് ഭൂപ്രകൃതി അഥവാ റിലീഫ്. താപവിതരണം, അന്തരീക്ഷമർദ്ദം, കാറ്റിൻ്റെ ദിശ, വേഗത, മഴയുടെ അളവ്, വിതരണം തുടങ്ങിയവയെ ഭൂപ്രകൃതി സ്വാധീനിക്കുന്നു. ഉദാഹരണമായിട്ട് പശ്ചിമഘട്ട മലനിരകളിലെ കാറ്റിന് അഭിമുഖമായിട്ടുള്ള ഭാഗങ്ങളിൽ മഴ ലഭിക്കുന്നു. എന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ മറുചരിവിൽ ഉൾപ്പെടുന്ന പീഠഭൂമിയുടെ തെക്ക് ഭാഗങ്ങളിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നു. 2, അന്തരീക്ഷമർദ്ദവും കാറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ. അതിൽ വരുന്നതാണ് ഭൗമ ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദത്തിൻ്റെയും കാറ്റുകളുടെയും വിതരണം. 2, വിവിധ വായു സഞ്ചയനങ്ങളെയും ജെറ്റ് പ്രവാഹങ്ങളുടെയും കടന്നുവരവ്. 3, ശൈത്യകാലങ്ങളിൽ രൂപപ്പെടുന്ന പശ്ചിമ അസ്വസ്ഥത. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റീരിയോളജി എന്നും ആണ്. കാലാവസ്ഥാ ദിനം മാർച്ച് 23. കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടന വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ 1950 ജനീവയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായ വർഷം 1875 കൽക്കട്ടയിലാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാനം മൗസം ഭവൻ, ന്യൂഡൽഹി. ഇന്ത്യയെ കൃഷിയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. മൺസൂൺ എന്ന വാക്കിന് അർത്ഥം ഋതുക്കൾ എന്നർത്ഥം വരുന്ന അറബി പദമായിട്ടുള്ള മൗസിം എന്ന വാക്കിൽ നിന്നുമാണ് മൺസൂൺ എന്ന വാക്ക് രൂപം കൊണ്ടത്. പർവ്വത നിരകളുടെ സ്ഥാനവും മഴക്കാറുകളുടെ ദിശയുമാണ് ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഇന്ത്യൻ കാലാവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷത മാറി മാറി വരുന്ന ഋതുക്കളാണ്. ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രതിമാസ ഊഷ്മാവിൻ്റെയും മഴ ലഭ്യതയുടെയും അളവ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ കാലാവസ്ഥാ വർഗീകരണത്തിൻ്റെ മാതൃകയാണ് കെപ്പൻ മാതൃക എന്ന് പറയുന്നത്. കെപ്പൻ മാതൃക പ്രകാരം ഇന്ത്യയിലെ കാലാവസ്ഥയെ 8 മേഖലയായിട്ട് തരംതിരിച്ചിരിക്കുന്നു. വരണ്ട മൺസൂൺ കാലാവസ്ഥ,
പടിഞ്ഞാറൻ തീരത്താണ്, ദക്ഷിണ ഗോവയിലൊക്കെ അനുഭവപ്പെടുന്നു പ്രദേശമായിട്ട് വരുന്നുണ്ട്. വരണ്ട മൺസൂൺ വേനൽക്കാലം പ്രദേശം തമിഴ്നാട് ഭാഗത്തെ കോറമണ്ടൽ തീരം. ട്രോപ്പിക്കൽ സവന്ന പ്രദേശം പെൻസുലാർ പീഠഭൂമി, ഉഷ്ണമേഖലയുടെ തെക്ക് ഭാഗം. അടുത്തതായിട്ട് സെമി ആരിഡ് സ്റ്റെപ്പി കാലാവസ്ഥ പ്രദേശം വടക്ക് പടിഞ്ഞാറൻ ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില ഭാഗങ്ങളും വരുന്നുണ്ട്. വരണ്ട മരുഭൂമി രാജസ്ഥാനിലെ പടിഞ്ഞാറ് ഭാഗം. വരണ്ട ശൈത്യ മൺസൂൺ പ്രദേശമായിട്ട് വരുന്നത് ഗംഗാതടം, രാജസ്ഥാൻ്റെ കിഴക്കു ഭാഗം, മധ്യപ്രദേശിൻ്റെ വടക്കു ഭാഗം, വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ മിക്ക ഭാഗവും വരുന്നുണ്ട്. തണുത്ത ശൈത്യ മഞ്ഞുകാലം അരുണാചൽ പ്രദേശ്, ധ്രുവീയ മേഖല ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡുമൊക്കെയാണ്. ഇന്ത്യയിലെ സ്വാഭാവിക സസ്യപ്രകൃതി. മനുഷ്യൻ്റെ ഇടപെടലുകൾ ഇല്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യവർഗങ്ങളാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥ മേഖലയുടെയും പൊതു സവിശേഷതകളോടും കൂടി അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ സസ്യജാലങ്ങളെ 5ആയിട്ട് തരംതിരിക്കുന്നു. 1. ഉഷ്ണമേഖല മഴക്കാടുകൾ. ഇത്തരം വനങ്ങൾ നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത്തരം വനങ്ങൾ പടിഞ്ഞാറൻ തീര സമതലങ്ങളിലും സഹ്യാദ്രിയിലും ആസാമിലും കാണപ്പെടുന്നു. അടുത്തതായിട്ട് ഇവിടെ മഹാഗണി, റോസ്വുഡ്, കരിമനം, ഇബോണി എന്നീ മരങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നു. തിങ്ങി നിറഞ്ഞ വനമായതിനാൽ ഇവിടെ തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്നു. അടുത്തതായിട്ട് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നു. ഇവ മൺസൂൺ വനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. സാൽമരം, തേക്ക്, അരയാൽ, വേപ്പ് എന്നീ മരങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ഇത്തരം വനങ്ങൾ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. അടുത്തതായിട്ട് ഉഷ്ണമേഖല മുൾവനങ്ങൾ. 50 സെൻറ്റിമീറ്ററിൽ താഴെ മരം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത്. കള്ളിമുൾ ചെടി, ബബൂൾ തുടങ്ങിയ ചെടികൾ ഇവിടെ വളരുന്നു. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവുകൾ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. അടുത്തതായിട്ട് പർവ്വത വനങ്ങൾ. 1500 മുതൽ 2500 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. മിക്ക ചെടികളും കോണാകൃതിയിലാണ് വളരുന്നത്. പൈൻ, ദേവദാരു എന്നീ മരങ്ങൾ കാണപ്പെടുന്നു. മിതോഷ്ണ പുൽമേടുകളും ഈ മേഖലയിൽ പല പ്രദേശങ്ങളിലുമായിട്ടും കാണപ്പെടുന്നു. നീലഗിരി, ആനമല, പളനി കുന്നുകൾ എന്നിവിടങ്ങളിൽ മിതോഷ്ണ വനങ്ങൾ അറിയപ്പെടുന്നത് ചോല വനങ്ങൾ എന്നാണ്. അടുത്തതായിട്ട് കണ്ടൽ വനങ്ങൾ. ഇത്തരം വനങ്ങൾ ഉപ്പ് ജല സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും ഇവ കാണപ്പെടുന്നു. സുന്ദരി എന്ന പ്രത്യേക ഇനം ചെടി ധാരാളമായിട്ട് കാണുന്നതിനാലാണ് സുന്ദർബന്നിന് ആ പേര് ലഭിച്ചത്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ഋതുക്കൾ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ 6ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. 1. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം എന്നിവയായിട്ട് അവയെ തരംതിരിച്ചിരിക്കുന്നു. ശിശിരമാസം ജനുവരി മുതൽ ഫെബ്രുവരി വരെയും, വസന്തം മാർച്ച് ഏപ്രിലും, ഗ്രീഷ്മം മെയ് മുതൽ ജൂൺ വരെയും, വർഷം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലും, ശരത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും, ഹേമന്തകാലം നവംബർ മുതൽ ഡിസംബർ മാസത്തിലുമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. മൺസൂൺ അടിസ്ഥാനമായിട്ടുള്ള ഋതുക്കൾ. ശൈത്യകാല ഋതുക്കൾ അഥവാ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഉഷ്ണകാല ഋതുക്കൾ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടം ഒക്ടോബർ നവംബർ മാസത്തിലുമാണ് ഉള്ളത്. ശൈത്യകാലം. ഉത്തരേന്ത്യയിൽ ശൈത്യകാലം ആരംഭിക്കുന്നത് നവംബർ പകുതിയോടെയാണ്. തെളിഞ്ഞ അന്തരീക്ഷം, താഴ്ന്ന ആർദ്രത തുടങ്ങിയവ ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഡിസംബറിലും ജനുവരിയിലും അതിശൈത്യം അനുഭവപ്പെടുന്നു. മൊത്തത്തിൽ ലഭിക്കുന്ന ശൈത്യകാല മഴയെ തദ്ദേശീയമായിട്ട് മഹാവത് എന്നറിയപ്പെടുന്നു. ഇത്തരം കാലാവസ്ഥയിൽ പകൽ നല്ല ചൂടും രാത്രിയിൽ നല്ല തണുപ്പുമായിരിക്കും. ഈ ശൈത്യകാലത്ത് ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. അടുത്തതായിട്ട് വേനൽക്കാലം. ഇന്ത്യയിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് മാർച്ച് മാസത്തിലാണ്.
അത് മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് ഏറ്റവും ചൂട് കൂടിയ മാസം ഏപ്രിലാണ്. ഈ സീസണിൽ സൂര്യപ്രകാശം ഉത്തരായന രേഖയ്ക്ക് ലംബമായിട്ട് പതിക്കുന്നു. വടക്കൻ മേഖലയിൽ മെയ് മാസത്തിലാണ് ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത്. ഈ സീസണിൽ ഇന്ത്യയുടെ ഉത്തര മഹാസമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായിട്ടുള്ള ഉഷ്ണക്കാറ്റാണ് ലൂ. പ്രാദേശിക വാദങ്ങളായിട്ടുള്ള കാൽബൈശാഖി, മാംഗോ ഷവർ എന്നിവ ഈ സീസണിൽ വീശുന്ന കാറ്റുകളാണ്. ഏത് ഋതുവിൻ്റെ കാലഘട്ടത്തിലാണ് ഹോളി ഫെസ്റ്റിവൽ നടക്കുന്നത്? വസന്തം. ഏത് ഋതുവിൻ്റെ കാലഘട്ടത്തിലാണ് നവരാത്രി, വിജയദശമി തുടങ്ങിയ ആഘോഷങ്ങൾ നടക്കുന്നത്? ശരത്കാലം. ഉഷ്ണമേഖലയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക കാറ്റുകൾ. ആദ്യമായിട്ട് മാംഗോ ഷവർ. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ. ഈ കാറ്റ് വീശുമ്പോൾ മാമ്പഴങ്ങൾ പൊഴിയുന്നതിനാലാണ് ഇവയ്ക്ക് മാംഗോ ഷവർ എന്ന പേര് വന്നത്. ഈ മഴയുടെ അഭാവം ദക്ഷിണേന്ത്യയിലെ മാമ്പഴ സീസണിനെ ബാധിക്കുന്നു. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളെ ഈ മഴ സഹായിക്കുന്നതിനാൽ ചെറി ബ്ലോസം എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം മഴയെ ഏപ്രിൽ മഴ അല്ലെങ്കിൽ വേനൽ മഴ എന്ന് അറിയപ്പെടുന്നു. മാംഗോ ഷവർ ഉണ്ടാകാൻ കാരണം ബംഗാൾ ഉൾക്കടലിലെ കൊടുങ്കാറ്റാണ്. അടുത്തതായിട്ട് ബോസം ഷവർ. കാപ്പി പൂവിടും മഴ. കേരളത്തിലും സമീപ പ്രദേശങ്ങളിലും കാപ്പിച്ചെടി പൂക്കാൻ കാരണമാകുന്നതിനാലാണ് ബ്ലോസം ഷവർ എന്ന പേര് ലഭിച്ചത്. അടുത്തതായിട്ട് കാൽബൈശാഖി അഥവാ നോർവെസ്റ്ററുകൾ. കാൽബൈശാഖി എന്നാൽ വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നർത്ഥം. ആസം, ബംഗാൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന കാറ്റോടുകൂടിയ മഴ, പേമാഴയാണ് കാൽബൈശാഖി. കാൽബൈശാഖി എന്നറിയപ്പെടുന്ന മറ്റൊരു പേര് നോർവെസ്റ്ററുകൾ എന്നാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പ്രധാനപ്പെട്ട മൺസൂൺ കാലങ്ങൾ, ഇന്ത്യയിലെ ഋതുക്കളും വനങ്ങൾ, ഇന്ത്യയിലെ കാലാവസ്ഥയുടെ മേഖലകൾ, മറ്റ് കാര്യങ്ങളും ഇന്ത്യയുടെ കാലാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലുള്ള PSC റാങ്ക് ഫയൽ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.